ഹലോ. ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന അങ്ങനത്തെ പ്രാണികളെയൊക്കെ പിടിക്കാൻ പറ്റിയൊരു കെണിയാണ് ട്ടോ അത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി തൈയൊക്കെ വാങ്ങിക്കുന്ന ആ കടയുണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ആ വെള്ള കടലാസ് വലിച്ചൂരാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല കയറ് വെച്ച് കെട്ടിയിട്ട് തൂക്കിയിട്ടതിന് ശേഷം വേണം അത് വലിച്ച് ഊരാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ നല്ല സ്പീഡിലിട്ടുകൊണ്ടാണ്, പെട്ടെന്നൊന്നും അത് ഊരിക്കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ കുഞ്ഞിപ്രാണികളുണ്ട്, അത് നമ്മുടെ ചെടിയുടെ നീരൂറ്റി കുടിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് തുരത്താൻ വേണ്ടിയിട്ടാണ് അത് കെട്ടിയിട്ടേക്കണത്. കഴിഞ്ഞ വർഷം നല്ല നെയ്യുള്ള ചാള ഉണ്ടായിരുന്ന സമയത്ത് ആ ചാളയിലിട്ട് വാങ്ങിയ ചെറുചേമ്പിൽ ഒരെണ്ണം കാണാതെ കിടന്നിട്ട് അതിങ്ങനെ വിത്ത് മുളച്ചു കേട്ടോ. മുള വന്നപ്പോൾ ഞാനത് കുഴിച്ചിട്ടാണ്. ഒരു ചെറിയ കുഞ്ഞി കഷ്ണം, ആ കഷ്ണത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായതാണ് കേട്ടോ ഇത്രയും. ഒരു ചെറിയ ഈ കാണുന്ന പോലത്തെ ഒരു ചെറിയ കഷ്ണമാണ്. അതിൽ നിന്ന് ഇത്രയും ഉണ്ടായി കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം കേട്ടോ. ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത് കുഴിച്ചിട്ടിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും, ഇതിൻ്റെ ഇലകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറേ. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് നോക്കണമെന്ന്. അന്ന് നോക്കിയില്ല, എന്നിട്ട് ഇപ്പോഴാണ് സമയം കിട്ടി നോക്കിയത് കേട്ടോ. അതേ ഇത്രയും കിട്ടിയിട്ടോ, ഒരു കറിക്കിടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കിളികളുടെ കൂട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നന്നായിട്ട് ഒരു കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ വീടുണ്ടാക്കട്ടെ, അപ്പോഴേക്കും നമുക്കൊരു കറി ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് ഈ ഉണക്കച്ചെമ്മീനും മുരിങ്ങാക്കോലും പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. ഇതിൽ ചക്കക്കുരു ഇടുമായിരുന്നു, പക്ഷേ ചക്കക്കുരു നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ട് അത് ഇടണില്ല. അപ്പോൾ ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലും പിന്നെ മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തക്കാളി, വേപ്പില, പച്ചമുളകും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് തേങ്ങ അടിച്ചൊഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കറി താളിക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വേപ്പിലയും കൂടി നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആട്ടോ.